കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട്. നമുക്ക് നേരെ സേതുവിന്റെയും പല്ലുവിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ട് ലൈക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ നമ്മുടെ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുമാധവൻ ഗുണ്ടകളെയൊക്കെ തല്ലി ഓടിച്ചതിന് ശേഷം അകത്തേക്ക് കയറി വരുവാണ്. പിന്നീട് പൂർണ്ണിമയുടെ അരിയിലേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ പൂർണ്ണിമേ, ഈ കാര്യങ്ങളൊക്കെ എന്നോടൊന്ന് വിളിച്ചു പറയണ്ടല്ലേ. ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴെന്നോട് പറയേണ്ടതിന് പകരം ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ സേതു ഞാൻ കൂടുതലൊന്നും പറയണ്ട, ഇപ്പോഴും എന്നെ അന്യനായിട്ടാ കാണുന്ന അല്ലേന്ന് ചോദിക്കണം. അങ്ങനെ ഒരിക്കലും പറയരുത്, നീ എന്റെ മൂത്ത മോൻ തന്നെയാന്ന് പറയണം. അതെ മൂത്ത മോനാന്നൊക്കെ പറച്ചില് മാത്രമല്ലേ ഉള്ളെന്ന് ചോദിക്കണം. അത് ഞാൻ പിന്നെ അപ്പൊ പെട്ടെന്ന് ആ വെപ്രാളത്തില് ഒന്നും ഓർത്തില്ല എന്ന് പറയണം. പിന്നീട് പൂർണ്ണിമ നേരെ സ്വാതിയുടെയും ഋതുവിന്റെയൊക്കെ അടുത്തേക്ക് എന്നിട്ട്, കണ്ടില്ലേ നിങ്ങളുടെ അച്ഛൻ മരിച്ചു ഉണ്ടെങ്കിലും അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളെല്ലാം തരുന്നത് നിങ്ങളുടെ വലിയേട്ടനാ. അച്ഛനെ സ്നേഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ വലിയേട്ടനെ സ്നേഹിക്കണം. ഇനി ഇവനാണ് ഈ പൊന്നുമടത്തിന്റെ കാവൽക്കാരൻ, അറിയാലോ നിങ്ങളുടെ വലിയേട്ടൻ. മാധവേട്ടന്റെ സ്ഥാനത്ത് ഇനിയിപ്പൊ ആ സ്ഥാനം സേതുവിനാന്ന് പറയാ. ഇത് കേട്ട് സ്വാതി ഋതു ഒക്കെ പരസ്പരം നോക്കുക. പിന്നീട് സേതു എന്ത് ചെയ്യാണ്, നേരെ പല്ലുവിയുടെ അടുത്തേക്കുന്നു. പല്ലുവിയുടെ നന്ദിയുണ്ടെന്ന് പറയണം. എന്തിന്? അല്ല ആ കൃത്യസമയത്ത് തന്നെ വീഡിയോ കോൾ വിളിച്ച് ഇവിടുത്തെ അവസ്ഥകൾ എന്നെ കാണിച്ചു തന്നേനെ, അതുകൊണ്ടല്ലേ എനിക്ക് അവന്മാരെ അടിച്ചോടിക്കാൻ പറ്റിയെന്ന് ചോദിക്കാം. സേതുവേട്ടൻ എന്നോട് നന്ദി പറയാനാ. നന്ദിയുടെ കടപ്പാണ്ട് ഒന്നും കാര്യമുണ്ടോ? ഇത് എന്റെയും കൂടെ കടമയല്ലേ, ഇവരെ രക്ഷിക്കാന്നുള്ളത് എന്റെയും കൂടെ കടമയല്ലേ. കാരണം അത്രയെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്യണ്ടേ. എനിക്കുണ്ട് ഇല്ലേ ഇവരുടെ ഒരു കടപ്പാട്, സേതുവേട്ടന് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ്. സേതുവിന് അതും കൂടെ കേട്ട് കഴിയുമ്പോൾ സന്തോഷേ. അപ്പോഴേക്കും പെട്ടെന്ന് അച്ചു അങ്ങ് തല ഇറങ്ങി വീഴാൻ തുടങ്ങുമ്പോഴത്തേനും പല്ലവിയും സ്വാതി എല്ലാവരും കൂടെ കയറി പിടിക്കുകയാണ്. പെട്ടെന്ന് വെള്ളം എന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഓടിക്കൊടുന്ന് വെള്ളമൊക്കെ മുഖത്ത് തളിച്ചു. അങ്ങനെ അച്ചു മയക്കത്തിൽ നിന്ന് ഉണരുവാണ്. എന്താ അച്ചു നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല, ചെറിയൊരു തലറക്കം ഉണ്ടായി സേതുവേട്ടാന്ന് പറയണം. ഇത് കേട്ടപ്പോ പൂർണ്ണ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലറക്കം ഉണ്ടാവാറുണ്ടല്ലോ, ഈ ഇടയായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടം അച്ചു പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ. അതെ ഒരു കാര്യം ചെയ്യണം, ഹോസ്പിറ്റലിൽ പറയണം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പൂർണ്ണിമ പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേണ്ടമ്മേ കുഴപ്പമൊന്നുമില്ലെന്ന് അച്ചു പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, കല്യാണപ്പെണ്ണ ഓരോ ഓർമ്മ വേണം, എന്തേലും ഉണ്ടെങ്കിൽ നേരത്തെ പോയി ചെക്കപ്പ് ചെയ്ത് മരുന്നൊക്കെ വാങ്ങിച്ചാലോ കുറയോളെന്ന് സേതു അച്ഛനോട് പറയണം. അതിനുള്ള കാര്യമൊന്നും ഇല്ല സേതുവേട്ടാ, എന്നാ ശരി എല്ലാവരും എന്നെ അവരുടെ മുറിയിൽ പോയി കിടന്ന് ഉറയിക്കോളം പറയാം. അല്ല ബേബിച്ചേച്ചി എന്തിനാ സേതു ചോദിക്കണം. ബേബിച്ചേച്ചി എപ്പോഴേ കിടന്ന് ഉറക്കം പിടിച്ചു, ഇവിടുന്ന് നടന്ന അംഗമൊന്നും ബേബിച്ചേച്ചി അറിഞ്ഞിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി എല്ലാവരും കൂടെ ചിരിക്കുകയാണ്. പിന്നീട് സേതു ശ്രീഹരനെ വിളിച്ചിട്ട്, അതെ നീ എൻ്റെ കൂടെ വാ, നിനക്ക് ഇച്ചിരി പണിയുണ്ടെന്ന് പറയും. എന്താ? അതൊക്കെയുണ്ട്, നീ നേരെ അടുക്കളയിലേക്ക് പോരാൻ പറയണം. അങ്ങനെ അടുക്കളയിലേക്ക് പോവാണ് സേതു. പിന്നീട് സേതു എന്ത് ചെയ്യണം, ശ്രീഹരിയോട് പറഞ്ഞു, അതെ നിനക്ക് നല്ലൊരു പണിയുണ്ടെന്ന് പറയും. എന്ത് പണിയാ സേതുവേട്ടാ? നീ ഇച്ചിരി ചൂട് പിടിച്ചു തരാൻ പറയണം. അങ്ങനെ ശ്രീഹരി സേതുവിന് ചൂട് പിടിച്ചു കൊടുക്കുകയാണ്. തിളച്ച വെള്ളത്തിൽ മുക്കിയിട്ട് ചൂട് പിടിച്ചു കൊടുത്തോണ്ടിരിക്കാം. എടാ എന്താ സേതുവേട്ടാ? അല്ല എനിക്ക് നല്ലൊരു സംശയം, ഇത്ര ഇതൊക്കെ ഉണ്ടായിട്ടും അവൾ എന്നോട് താങ്ക്സ് പോലും പറഞ്ഞില്ലോ, എന്നോടൊന്നും താങ്ക്സ് അല്ല എന്നോടൊന്നും ചോദിച്ചു പോലില്ല. എന്താ? അല്ല എങ്ങനെയുണ്ട് സേതുവേട്ടന്? വഴക്ക് ഉണ്ടാക്കിയതിന് ശേഷം ആ അടിയും പിടിയൊക്കെ ഉണ്ടാക്കിയത് സേതുവേട്ടന് വല്ലതും പറ്റിയോ? അങ്ങനെ എന്തോ ഒരു വാക്ക് പോലും ചോദിച്ചില്ലോ എന്ന് പറയും. ഇത് കേട്ടിയപ്പോ ശ്രീഹരി ചോദിച്ചാൽ, അല്ല അതൊക്കെ എന്തിനാ സേതുവേട്ടനോട് ചോദിക്കുന്നത്? അല്ല അപ്പോഴൊക്കെ എന്നോട് ഇഷ്ടമില്ലല്ലേ? ഓഹോ ഇനി പ്രണയം ഉണ്ടോന്നാണ് അറിയേണ്ടതെന്ന് ചോദിക്കണം. അങ്ങനെയല്ല, പ്രണയം ഉണ്ടോന്നല്ല, ഒരു ഫ്രണ്ടായിട്ട് പോലും അവൾ എന്നെ കാണുന്നില്ലല്ലേ, അല്ലെങ്കിൽ എന്നോട് ചോദിക്കണ്ടല്ലേ, സത്യമല്ലേടെ പറയണേന്ന് ചോദിക്കും. ആ സമയത്ത് പല്ലവി അങ്ങോട്ട് വന്നു. പല്ലവി പതുക്കെ ശ്രീഹരിയുടെ കയ്യിൽ നിന്ന് ആ ചൂട് പിടിക്കുന്ന ആ ടവലും കൂടെ വാങ്ങിക്കുവാണ്. ടവൽ അങ്ങ് വാങ്ങിച്ച് ശ്രീഹരിയുടെ പൊക്കളം മതി. ശ്രീഹരി അവിടെ പമ്മി പോയി മാറി നിൽക്കുകയാണ്. പിന്നീട് പല്ലവി എന്ത് ചെയ്യണം, പല്ലവി പുറത്ത് ചൂട് പിടിക്കുകയാണ്. ശ്രീഹരി പക്ഷേ ഇത് കാണുന്നുണ്ടായിരുന്നു. ശ്രീഹരിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ. പക്ഷെ സേതു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സേതു ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. സേതു പറഞ്ഞു, എന്നാലും അവൾ എന്നോട് ഒന്നും പറഞ്ഞില്ലോടാ. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോഴത്തേനും എന്നൊന്നും പറയണ്ട, സേതുകൊണ്ട് എന്തെങ്കിലും പറ്റിയോ? ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ആരാണെങ്കിലും ചോദിക്കും. അവള് പക്ഷെ എന്നെ ഫ്രണ്ടായിട്ട് പോലും കാണുന്നില്ല അല്ലേടാന്ന് ചോദിക്കുകയാണ്. എന്നിട്ടും പല്ലവി ആയതുകൊണ്ട് പല്ലവി ഒന്നും മിണ്ടുന്നില്ല. നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? എന്തെങ്കിലും ഒന്ന് പറ, എന്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാട്ടെ. ചിലപ്പോ അവക്ക് എന്നോടൊന്നും കാണത്തില്ല, എനിക്ക് മാത്രം അവളോട് ഇങ്ങനെ ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കുള്ളൂ. എന്ത് ചെയ്യാനാ, ഞാനൊരു മനുഷ്യനല്ലേടാ. എനിക്ക് ചില സമയങ്ങളിൽ എന്റെ മനസ്സ് കൈവിട്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഓർക്കും, ഞാൻ എന്തിനാ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നേന്ന്. പോട്ടെ, ഇനിയിപ്പൊ അതോർത്ത് ഞാൻ സങ്കടപ്പെട്ട് കാര്യമില്ല അല്ലേടാ. എന്നാലും അവൾക്കൊന്ന് ചോദിക്കേണ്ട ഒരു മര്യാദ ഉണ്ടായിരുന്നു അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ പല്ലവി പറഞ്ഞു, അതെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് സേതു ആ കാര്യം തിരിച്ചറിഞ്ഞത്. ഇത്ര സമയം തന്റെ ദേഹത്ത് ചൂട് പിടിച്ചുകൊണ്ടിരുന്ന പല്ലവിയാന്നുള്ള കാര്യം. പെട്ടെന്ന് സേതു, പല്ലവി നീയോ? അതെ ഞാനായിരുന്നു. അപ്പൊ അവനെന്തിയെ? അവൻ അങ്ങോട്ട് പോയെന്ന് പറയണം.
അതെ, ഞാൻ സേതുവിനോട് ചോദിക്കായിരുന്നു, അപ്പോഴത്തെ സാഹചര്യം അതായിപ്പോയി, അതുകൊണ്ടാണ്. പക്ഷേങ്കിൽ എന്റെ മനസ്സിൽ അതൊക്കെ ഉണ്ടായിരുന്നു പറയണം. ഓ, ഞാൻ വെറുതെ പറഞ്ഞ പല്ലവി, പല്ലവി ഒന്നും വിചാരിക്കരുത് കേട്ടോ എന്ന് പറയണ. ഞാൻ മനസ്സിൽ മറ്റൊന്നും വിചാരിച്ചിട്ടില്ലെന്ന് പറയണ. സേതുവേട്ടാ, സേതുവേട്ടൻ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നു ചോദിക്കും. ഞാനൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. അത് നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അതെ, ഞാൻ ചിലപ്പോ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും, നീ അന്ന് കാര്യമായിട്ട് എടുക്കണമെന്ന് പറയും. പിന്നീട് പല്ലവി പറഞ്ഞു, അതെ, ചൂട് പിടിച്ച് കഴിയുമ്പം അപ്പുറത്ത് ഞാൻ കഷായം കൊണ്ടേ വെച്ചിട്ടുണ്ട്, അതെടുത്ത് കുടിക്കണമെന്ന് പറയാം. കഷായം? എന്ത് കഷായം? അതൊക്കെയുണ്ട്, ഈ ചതവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പോകാനായിട്ടുള്ളതാ. കഷായം എന്ന് പറഞ്ഞാൽ കയ്പല്ലേ? കഷായത്തിന് കയ്പാണ്, പക്ഷെ സ്നേഹത്തോടെ ഒരാൾ തന്നു കഴിയുമ്പത്തിനും അതിന് കയ്പായിരിക്കില്ലോ എന്ന് പറയണ. ഇത് കേട്ടതും സേതുവിന്റെ മനസ്സിലൊരു ലഡു പൊട്ടി. സേതു പെട്ടെന്ന് പല്ലവിടിച്ച്, സ്നേഹത്തോടു കൂടിയ അതെന്താ? എനിക്ക് സ്നേഹം പാടില്ലേന്ന് ചോദിക്കും. എന്നും പറഞ്ഞിട്ട് സേതു അങ്ങോട്ട് എഴുന്നേക്കുവാണ്. അതെ, കുടിക്കാൻ കളയില്ലെന്ന് പറയണം. ഇല്ലില്ല, കളയത്തില്ല, കുടിക്കുമെന്ന് പറഞ്ഞ് സേതു അങ്ങ് എഴുന്നേറ്റ് പോയി. അപ്പൊ ശ്രീഹരി അവിടെ പമ്മ നിൽക്കുന്നുണ്ട്. എടാ, നീ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ട് അവന്റെ ചെവിയെ പിടിച്ചിരിക്കുക. അപ്പൊ നീ എല്ലാം കണ്ട് ആസ്വദിച്ച് മാറി നിൽക്കുവായിരുന്നല്ലേന്ന് ചോദിക്കുകയാണ്. പിന്നീട് അവനെ തൂക്കിയെടുത്തോണ്ട് അങ്ങോട്ട് പോവാണ്. അതിനുശേഷം കാണിക്കുന്ന പാറുവിന്റെ അടുത്തേക്ക് പോസ്റ്റ്മാൻ വരുവാണ്. ഒരു രജിസ്റ്റർ കത്തുണ്ടെന്ന് പറയണം. അങ്ങനെ രജിസ്റ്റേർഡ് കൊടുത്തു. സൈൻ ചെയ്ത് പാറു വാങ്ങി പൊട്ടിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പാറു ഒരു നിമിഷം ഞെട്ടിപ്പോയി. പാറു പെട്ടെന്ന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അകത്തേക്ക് കയറി ഓടുവാണ്. അച്ഛൻ അമ്മയും കൂടെ ഓടി വരാൻ പറയണേ. എന്താ അവിടെ നീ തുള്ളിച്ചാടുന്നേ? അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ സന്തോഷ വാർത്ത? എനിക്ക് ജോലി കിട്ടിയെന്ന് പറയണം. ജോലി കിട്ടിയോ? എന്ത് ജോലി? അല്ല, ഇന്നാളെ ഞാൻ ഇന്റർവ്യൂവിന് പോയില്ലേ, ഒരു പാർട്ട് ടൈം ജോബിന്റെ കാര്യത്തിന് വേണ്ടി, അപ്പൊ അത് കിട്ടിയെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശോഭ പറഞ്ഞു, കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് തിന്നാനുള്ളതല്ലേ കിട്ടത്തുള്ളൂ എന്ന് ചോദിക്കണം. പോ അമ്മ എവിടെ നിന്ന് പറയണം. ഞാൻ പറഞ്ഞാലും എന്താ തെറ്റിരിക്കുന്നേ? നിനക്ക് തീറ്റ സാധനം മേടിക്കാൻ തികയത്തില്ല, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കാം. പക്ഷെ ഇത് കേട്ടോണ്ട് വന്ന മാഷിന്റെ മുഖം അങ്ങോട്ട് മങ്ങി. മാഷ് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയിരിക്കണം. പെട്ടെന്ന് പാറു വന്നിട്ട്, എന്താ അച്ഛാ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അച്ഛൻ എന്താ ഒരു സന്തോഷമില്ലാത്തേ? എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്താ സന്തോഷിക്കാത്തേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, അത് മോളെ, പാർട്ട് ടൈം ജോലിയല്ലേ, എനിക്ക് നിന്നെ നല്ല പ്രതീക്ഷയുണ്ട്. ഇതേ നിനക്കുള്ള PGക്കുള്ള അഡ്മിഷൻ ഞാൻ ശരിയാക്കി വെച്ചിരിക്കുക, നീ അതിന് പോയി ജോയിൻ ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം പാറു, അച്ഛാ ഞാൻ എത്ര പ്രതീക്ഷയോട് കാത്തിരുന്നാന്നറിയാം ഈ ജോലിക്ക്, എത്ര ആഗ്രഹിച്ചിരുന്നിട്ടാന്നറിയാം എനിക്ക് ഈ ജോലി കിട്ടുന്നത്, എനിക്ക് ഈ ജോലിക്ക് പോകണമെന്ന് പറയാം. ശോഭ പറഞ്ഞു, മോളെ നിനക്കറിയാലോ ഈ വീട്ടിൽ കുറെ കഷ്ടപ്പാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ രണ്ടു മക്കളെ നല്ല വിദ്യാഭ്യാസം പഠിപ്പിക്കണം ഞങ്ങളുടെ ആഗ്രഹം. മാഷ് പറഞ്ഞു, വിദ്യാഭ്യാസം ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് കൊടുക്കാൻ അച്ഛനും അമ്മയ്ക്കും പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പാറു പറഞ്ഞു, അതൊക്കെ ശരി തന്നെ അച്ഛാ, പക്ഷെ പെൺകുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് സാമ്പത്തിക ഭദ്രത ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അറിയാമല്ലോ, അവർക്ക് സ്വന്തം കാലം നിൽക്കാനായിട്ട് പറ്റണം. പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ എനിക്ക് PGക്ക് പഠിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ അത് സ്വന്തം കാലം നിന്നിട്ട് എന്റെ പൈസയും കൂടെ ഞാൻ പഠിച്ചോളാം. ഇനി അച്ഛനും അമ്മേനെയും ബുദ്ധിമുട്ടിക്ക് ശരിയല്ലെന്ന് പറയണം. മോളെ, വേണ്ടമ്മേ, കൂടെ ഒന്നും പറയണ്ട, എനിക്കറിയാം എനിക്ക് പഠിക്കണം എന്നറിയാം, ഞാൻ പഠിച്ചോളാം. അമ്മ ഈ കാര്യത്തിൽ വിഷമിക്കൊന്നും വേണ്ട. ഇത്രയും കാലം അച്ഛനും അമ്മയും ഞങ്ങൾക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടില്ലേ, ഇനിയെങ്കിലും ഞങ്ങള് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണ്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ശോഭയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. കാരണം പാറു എപ്പോഴും തീറ്റ കൂടിയായിട്ട് നടക്കുന്നുള്ളൂ, അല്ലെ പാറുവിന് ഒരു ഗൗരവം ഇല്ലെന്ന് ഓർത്തിരുന്ന. പക്ഷേങ്കില് പാറു ആ ചിന്തകളെയൊക്കെ മാറ്റിമറിച്ച് കളഞ്ഞു. പിന്നീട് പാറു പോയിട്ട് പല്ലവിനെ വിളിക്കുകയാണ്. അതെ, ചേച്ചിനെ എനിക്കൊന്ന് കാണുന്നത്. എന്താ കാര്യം? എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എവിടെയാ വരണ്ടേ? അതെ, നമ്മൾ പതിവായിട്ട് കാണുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെ വന്നാൽ മതി എന്ന് പറയണം. ശരി ശരി, എന്നാ ഞാൻ വന്നേക്കാം, നീ അങ്ങോട്ട് വന്നേക്കാൻ പറയാണ്. പിന്നീട് പാറു പല്ലവിനെ കാണാനായിട്ട് പോവാണ്. അങ്ങനെ പല്ലവിയും പാറും പതിവ് സ്ഥലത്ത് റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ പല്ലവി എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞേ. അതെ, എനിക്കൊരു പാർട്ട് ടൈം ജോബ് ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയണം. ആഹാ, കൊള്ളാലോ. അതെ, കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ എനിക്കത് കിട്ടിയെന്ന് പറയാം. നല്ല കാര്യമാണ്, അച്ഛനും അമ്മയ്ക്ക് സന്തോഷമായില്ലേ? അവർക്ക് എന്നെ PGക്ക് പഠിപ്പിക്കാൻ വിടാൻ ആഗ്രഹം. ഞാൻ പറഞ്ഞിപ്പോ സ്വന്തം കാലം നിന്നിട്ട് മതിയെന്ന്, ഇനി സമയമുണ്ടല്ലോ എന്ന് പറയണം. അത് മോളെ, എപ്പോഴും നമുക്ക് ഒരു ഭദ്രത ഉണ്ടാകും, സാമ്പത്തിക ഭദ്രത ഉണ്ടാകണം കയ്യിൽ. കാരണം അച്ഛനും അമ്മയ്ക്കും ഒരാവശ്യം വന്നിട്ടുണ്ടെങ്കിലോ, നമുക്കൊരാവശ്യം വന്നിട്ടുണ്ടെങ്കിലോ, നമ്മുടെ കയ്യിൽ നാളെ പണം വേണമെന്ന് പറയണം. ആരുടെ മുന്നിൽ നമ്മൾ കൈ നീട്ടില്ല. അതുപോലെ തന്നെ കല്യാണം കഴിച്ചു വിട്ടാലും പെൺകുട്ടികൾക്ക് സ്വന്തം കാലം നിൽക്കാനായിട്ട് കഴിയണം. അവർക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഓരോ കാര്യത്തിനും ഭർത്താവിന്റെ മുന്നിൽ പോയി കൈ നീട്ടേണ്ട കാര്യം വരത്തില്ല. ഇപ്പൊ തന്നെ എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ടല്ലേ ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്റെ അവസ്ഥ എന്തായി തീർന്നേനം എന്നൊക്കെ പല്ലവി പാറുവിനെ ഉപദേശിക്കുകയാണ്. പിന്നീട് കുറച്ച് പൈസ എടുത്ത് പാറിന്റെ കൊടുത്തിട്ട് വന്നു. ഇത് വെച്ചോളം പറയണേ. എന്തിനാ ചേച്ചി ഇത്? വെച്ചോ, ആവശ്യം വരും. വേണ്ട ചേച്ചി, ഇപ്പൊ പൈസക്കൊന്നും ആവശ്യമില്ലെന്ന് പറയണം. അതെ, ഇത് നിന്റെ ചേച്ചി തരുന്ന, നീ പിടിക്കാനും പറഞ്ഞോടെ കയ്യിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കണം. എനിക്കറിയാം അമ്മയുടെ അച്ഛൻ്റെ കഷ്ടപ്പാട് എത്ര മാത്രമാണ് എന്ന് പറയാണ്. പിന്നീട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാർ ചീറിപ്പാഞ്ഞ് അങ്ങോട്ട് പോയത്. അവിടെ കുറെ ചെടിവെള്ളം കിടപ്പുണ്ടായിരുന്നു. പാറുവിന്റെ ദേഹം ആസകലം ചെടിവെള്ളം അങ്ങോട്ട് വീണു. ആ കാർ ഇത്തിരി സ്പീഡിൽ അങ്ങോട്ട് പോയിട്ട് ആ സൈഡിൽ കൊണ്ട് മാറ്റി ഒതുക്കി നിർത്തുവാണ്.
അതിനകത്തുനിന്ന് രാജലക്ഷ്മി ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ്. രാജലക്ഷ്മി ഇറങ്ങി പുറത്തിറങ്ങിയിട്ട് നോക്കിക്കഴിയുമ്പോഴാണ് ഇവരെ കണ്ടത്. ഇവരാണോ എന്നുള്ള ചിന്തയിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് രാജലക്ഷ്മി അങ്ങോട്ട് വന്നു. ഓ, നിങ്ങളായിരുന്നോ? അയ്യോ, നിങ്ങളാന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ. ആ ഡ്രൈവർ ഇത്ര സ്പീഡ് കൂടിപ്പോയി, ചെളിവെള്ളം റോഡിൽ കിടന്ന് കണ്ടില്ല കേട്ടോ, സോറി കേട്ടോ എന്ന് പറയാണ്. അല്ല, രണ്ടുപേർക്കും എന്നെ നുണയും പരദൂഷണം പറയാനായിട്ട് ഇവിടെ കണ്ടല്ലോ. അല്ല, നിനക്ക് വേറെ എവിടെയെങ്കിലും പോയെന്ന് പറയാൻ മേലേന്ന് ചോദിക്കുക. ഓ, എന്ത് ചെയ്യാനാ, വേറെ എവിടെയെങ്കിലും പോയെന്ന് പറയാൻ സ്ഥലം വേണ്ട അല്ലേ? പല്ലവി അവളുടെ കാമുകന്റെ വീട്ടിലേ താമസിക്കുന്നേ, അങ്ങോട്ട് മോൾ എങ്ങനെയാ ചെല്ലുന്നില്ലേ? ഇത് കേട്ടതും പല്ലവരും ദേ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം. ഓഹോ, അനാവശ്യം പറയുന്നതിനാണോ കുഴപ്പം? നിനക്ക് പ്രവർത്തിക്കുന്നതിന് കുഴപ്പമില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. നീ എന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കുകയാണ്. അതെ, ഇതൊക്കെ ധാരാളം തന്നെയാ എന്ന് പറഞ്ഞിട്ട് ദേ ഇങ്ങനെ ഓരോന്ന് കുത്തും കോളും വെച്ചും പറയുകയാണ് പല്ലവിയോട്. പിന്നീട് പാറുവിന്റെ കയ്യിലേക്ക് കുറച്ച് പൈസ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, അതെ, നീ ഒരു കാര്യം ചെയ്യുക, ഈ ഡ്രസ്സിന് പകരം നല്ല വൃത്തിയുള്ള ഏതെങ്കിലും വേഷം പോയി മേടിച്ച് ധരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാറുവിന്റെ കയ്യിലേക്ക് കുറച്ച് പൈസ എടുത്ത് രാജലക്ഷ്മി കൊടുക്കുകയാണ്. പാറു വേണ്ടെന്ന് പറഞ്ഞ് അത് അങ്ങോട്ട് കയ്യിലേക്ക് വെച്ചു. പല്ലവി ഒരു നിമിഷം അവരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. പിന്നീട് അവിടെ ചുറ്റും നോക്കി. ഒരു വലിയ കല്ല് കിടപ്പുണ്ടായിരുന്നു. ആ കല്ലെടുത്ത് ആ ചെളിവെള്ളത്തിലേക്ക് ഇട്ടു. വെള്ളം മൊത്തം നേരെ രാജലക്ഷ്മിയുടെ മേത്തേക്ക് വീണു. പിന്നീട് പാറുവിന്റെ കയ്യിൽ നിന്ന് ആ പൈസ മേടിച്ചിട്ട് നേരെ രാജലക്ഷ്മിയുടെ കയ്യിലേക്കും കൊടുത്തിട്ട് പറഞ്ഞതേ, കട ഒന്നും ഞങ്ങൾ വെച്ചോണ്ടിരിക്കാറില്ല, അപ്പം തീർക്കുന്ന പതിവാ, ഞാൻ കൊള്ളേന്ന് പറയണം. മുഖത്തടിയേറ്റ പോലെ രാജലക്ഷ്മി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഇത് കൂടാതെ എല്ലാവരുടെയും വിശേഷങ്ങൾ, മഹേഷിന്റെ ഇഷിതയുടെ ഒക്കെ വിശേഷങ്ങൾ ഇന്നലെ വൈകുന്നേരം തൊട്ട് ഞാൻ ചാനലത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അത് മാത്രമല്ല, ഇനി അടുത്തതായിട്ട് ഞാൻ ഉണ്ണിമോളുടെ അയ്യപ്പസ്വാമിയുടെ വിശേഷ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ കയറി കാണണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.